In this video, we are going to discuss about software. The main components of computer system is hardware and software. Hardware means it is the physical or touchable parts of a computer. Whereas software is a set of programs that help us to use computer system efficiently and effectively. And it is the invisible part of the computer system. ഹാർഡ്വെയറിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ സോഫ്റ്റ്വെയർ എന്താണെന്നാണ് പരിചയപ്പെടുന്നത്. സോഫ്റ്റ്വെയർ മീൻസ് ഇറ്റ് ഈസ് ദ ഇൻവിസിബിൾ പാർട്ട് ഓർ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. ഫിസിക്കൽ കമ്പോണൻസിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ആൻഡ് ദോസ് പാർട്സ് ആർ ടച്ചബിൾ പാർട്സ്. എന്നാൽ സോഫ്റ്റ്വെയർ മീൻസ് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. ഈ പ്രോഗ്രാംസ് കമ്പ്യൂട്ടർ സിസ്റ്റം എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. There are two types of software: application software and system software. So in this video, we are going to discuss about system software. System software means it is a set of one or more programs designed to control the operations of a computer. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറും പറഞ്ഞ് നമുക്ക് സോഫ്റ്റ്വെയറുകളെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ്. സോ മേജർ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. So system software means it is a set of one or more programs designed to control the operations of a computer. കമ്പ്യൂട്ടറിന് അത്യാവശ്യമായ കമ്പ്യൂട്ടറിന് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസിൻ്റെ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർസ് മെയിൻലി നമ്മൾ പറയുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്, utility software. Operating system. Operating system is a set of programs that acts as an interface between the user and the hardware. So നമുക്കറിയാം കമ്പ്യൂട്ടർ മീൻസ് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഹാർഡ്വെയർ പാർട്സ് ഉണ്ട്, അതേപോലെ യൂസേഴ്സായ നമ്മളും. സോ ഇറ്റ് ഈസ് എൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ബോത്ത് യൂസേഴ്സിൻ്റെയും ഹാർഡ്വെയറിൻ്റെയും ഇടയിലുള്ളൊരു ഇൻ്റർഫേസാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ടു മേക്ക് ദ കമ്പ്യൂട്ടർ സിസ്റ്റം കൺവീനിയൻറ്റ് ടു യൂസ്. യൂസേഴ്സിന് ഈസി ആയിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റം മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദ ഹാർഡ്വെയർ and it makes the computer system convenient to use. So operating system is the most important system software. System software സിസ്റ്റത്തെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ദ മെയിൻ ഫങ്ഷൻസ് അല്ലെങ്കിൽ മേജർ ഫങ്ഷൻസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മേജർ ഫങ്ഷൻസ്? ഫസ്റ്റ് വൺ, പ്രോസസ് മാനേജ്മെൻറ്റ്. പ്രോസസ് മീൻസ് എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണോ സിസ്റ്റം ഇപ്പോൾ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം, അതിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സുകളെ മാനേജ് ചെയ്യുന്ന മൊഡ്യൂളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു മൊഡ്യൂളാണ് പ്രോസസ് മാനേജ്മെൻറ്റ്. സോ ദിസ് പ്രോസസ് മാനേജ്മെൻറ്റ് takes care of the allocation and deallocation of processes. പ്രോസസ്സറിലേക്ക് ആവശ്യമുള്ള പ്രോസസ്സുകളെ എത്തിക്കുന്നതും ആവശ്യം കഴിഞ്ഞാൽ പ്രോസസ്സിൽ നിന്ന് അതിനെ ഡിലീറ്റ് ചെയ്യുന്നതുമെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള പ്രോസസ് മാനേജ്മെൻറ്റ് മൊഡ്യൂളാണ്. സോ പ്രോസസ് മീൻസ് എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. അപ്പോൾ സിസ്റ്റത്തിന് ഓരോ പ്രോസസ്സും കഴിയുമ്പോൾ അതിനെ സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രോസസ്സറിലേക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി എത്തിക്കുന്നതും ആവശ്യം കഴിഞ്ഞാൽ പ്രോസസ്സറിൽ നിന്ന് അതിനെ ഒഴിവാക്കുക, ഇങ്ങനെയുള്ള ജോലികളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള പ്രോസസ് മാനേജ്മെൻറ്റ് മൊഡ്യൂൾ ചെയ്യുന്നത്.
സെക്കൻഡ് ഫങ്ഷൻ ഇസ് മെമ്മറി മാനേജ്മെൻറ്റ്. സോ മെമ്മറി എന്ന് പറയുമ്പോൾ ഇവിടെ പ്രൈമറി മെമ്മറിയാണ് പറയുന്നത്. പ്രൈമറി മെമ്മറിയെ മാനേജ് ചെയ്യുന്ന മൊഡ്യൂളാണ് മെമ്മറി മാനേജ്മെൻറ്റ്. ഇറ്റ് കീപ് ട്രാക്സ് ഓഫ് ഈച്ച് ആൻഡ് എവറി മെമ്മറി ലൊക്കേഷൻ ടു എൻഷുവർ വെദർ ഇറ്റ് ഈസ് അലോക്കേറ്റഡ് ടു സം പ്രോസസ് ഓർ ഫ്രീ. പ്രോസസ്സ് അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡാറ്റയെല്ലാം സ്റ്റോർ ചെയ്യുന്നത് പ്രൈമറി മെമ്മറിയിലാണ്. സോ പ്രൈമറി മെമ്മറിയിലേക്കുള്ള ഡാറ്റ അല്ലെങ്കിൽ അതിലകത്തുള്ള മെമ്മറി ലൊക്കേഷൻസിലേക്ക് പ്രോസസ്സ് അല്ലെങ്കിൽ ഡാറ്റയെ ഫ്രീ ആണോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഡാറ്റ ഉണ്ടോ എന്നതെല്ലാം എൻഷുർ ചെയ്യുന്നതും, അതേപോലെ തന്നെ ആവശ്യം കഴിഞ്ഞാൽ മെമ്മറിയിലുള്ള ഡാറ്റയെ എല്ലാം ഡി അലോക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന് ഫ്രീ ആക്കുന്നതുമെല്ലാം മെമ്മറി മാനേജ്മെൻറ്റ് മൊഡ്യൂളാണ്. തേർഡ് വൺ ഈസ് ഫയൽ മാനേജ്മെൻറ്റ് മൊഡ്യൂൾ. ഇറ്റ് ടേക്സ് കെയർ ഓഫ് ദ ഫയൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഫയൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും സച്ച് ആസ് ഓർഗനൈസിങ്, നെയിമിംഗ്, സ്റ്റോറിങ്, റിട്രീവിങ്, ഷെയറിങ്, പ്രൊട്ടക്ഷൻ, റീകവറി, ഇങ്ങനെ ഒരു ഫയലിനെ സംബന്ധിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും മാനേജ് ചെയ്യുന്ന മൊഡ്യൂളാണ് ഫയൽ മാനേജ്മെൻറ്റ് മൊഡ്യൂൾ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡിവൈസ് മാനേജ്മെൻറ്റ്. ഡിവൈസ് മീൻസ് any peripheral device. കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്ന എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുകളെയും നമ്മൾ പെരിഫറൽസ് എന്ന് പറയുന്നു. ഈ ഡിവൈസസുകളെ മാനേജ് ചെയ്യുന്ന മൊഡ്യൂളാണ് ഡിവൈസ് മാനേജ്മെൻറ്റ് മൊഡ്യൂൾ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഇത്രയും നമ്മൾ പറഞ്ഞത് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ വി നോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ system software that act as an interface between the user and hardware. So the main objective of operating system is to make the computer system convenient to use. So the major functions are process management, memory management, file management and device management. Examples of operating system: MS-DOS, MS Windows, Unix, ലിനക്സ് എക്സെട്ര. ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ്. രണ്ടാമത്തെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ഓർ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. നമുക്കറിയാം കമ്പ്യൂട്ടറിന് അറിയാവുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് ആണ്. എന്നാൽ യൂസേഴ്സിന് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജും ബൈനറി ലാംഗ്വേജ് ആണ്. ബൈനറി ലാംഗ്വേജ് വെച്ച് പ്രോഗ്രാം എഴുതുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ട് ജോബാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ലാംഗ്വേജുകളെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം: ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജ് മീൻസ് മെഷീൻ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജസുകളാണ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. മെഷീൻ ലാംഗ്വേജ് നമുക്കറിയാം ബൈനറി ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ്. ദാറ്റ് മീൻസ് ഇറ്റ് യൂസസ് സീറോസ് ആൻഡ് വൺസ്. സോ മെഷീൻ ലാംഗ്വേജ്, മെഷീൻ അതായത് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് മെഷീൻ ലാംഗ്വേജിലാണ്. പക്ഷേ ദാറ്റ് ഈസ് മെഷീൻ ലാംഗ്വേജിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിംഗ് എ പ്രോഗ്രാം ഇൻ മെഷീൻ ലാംഗ്വേജ് ഇസ് വെരി ഡിഫിക്കൽട്ട്. കാരണം സീറോസ് ആൻഡ് വൺസ് വെച്ച് പ്രോഗ്രാം എഴുതുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഡിഫിക്കൽട്ട് ജോബാണ്. സോ അതുകൊണ്ട് തന്നെ അതിനേക്കാൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് യൂസേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു. അതാണ് അസംബ്ലി ലാംഗ്വേജ്. Assembly language uses mnemonics. Mnemonics is symbolic name given to an operation. So instead of zeros and one, നമ്മൾ എന്ത് ചെയ്തു, ഓരോ ഓപ്പറേഷനും ഓരോ നെയിം, ഒരു സിംബോളിക് നെയിം വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സിംബോളിക് നെയിമിനെയാണ് ന്യൂമോണിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ന്യൂമോണിക്സ് യൂസ് ചെയ്ത് എഴുതുന്ന ലാംഗ്വേജാണ് അസംബ്ലി ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ, അഡീഷൻ ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ആഡ്, സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്. സോ ഇങ്ങനെയുള്ള ചെറിയ സിംബോളിക് നെയിംസ് വെച്ച് നമ്മൾ എഴുതുന്ന പ്രോഗ്രാംസിനെയാണ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ആസ് വെൽ ആസ് മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാംസ് ആർ ലോ ലെവൽ ലാംഗ്വേജസ്. ലോ ലെവൽ ലാംഗ്വേജസ് മീൻസ് ദേ ആർ മെഷീൻ ഓറിയൻറ്റഡ് ലാംഗ്വേജസ്. ബിക്കോസ് മെഷീൻ ഓറിയൻറ്റഡ് ലാംഗ്വേജസ് മീൻസ് ദാറ്റ് ഇസ് മെഷീൻ ഡിപ്പെൻഡൻറ്റ്. ഓരോ മെഷീനും അതിൻ്റേതായ ലാംഗ്വേജസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഒരു മെഷീനിൽ റൺ ചെയ്യുന്ന അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം മറ്റൊരു മെഷീനിൽ റൺ ചെയ്യാനില്ല, അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും. അതുകൊണ്ടാണ് മെഷീൻ ഡിപ്പെൻഡൻറ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ഓറിയൻറ്റഡ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അതാണ് ലോ ലെവൽ ലാംഗ്വേജിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്.
ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഒരു മെഷീനിൽ റൺ ചെയ്യുന്ന ലാംഗ്വേജ് മറ്റൊരു മെഷീനിൽ റൺ ചെയ്യില്ല. സോ അതൊരു ഏറ്റവും വലിയൊരു ഡ്രോബാക്കാണ് ലോ ലെവൽ ലാംഗ്വേജസിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹയർ ആയിട്ടുള്ള ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജസ് ആർ ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജസ് ആൻഡ് ആർ സിംപ്ലർ ടു അണ്ടർസ്റ്റാൻഡ്. യൂസേഴ്സിന് ഏറ്റവും ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ബിക്കോസ് അതിൽ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജസ് ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ ടു ദ കമ്പ്യൂട്ടർ. പക്ഷേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് അല്ല ഹൈ ലെവൽ ലാംഗ്വേജ്, ബിക്കോസ് ഇറ്റ് ഈസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. So a computer program written in a high level language is to be converted to its equivalent machine language. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതുന്ന ഒരു പ്രോഗ്രാം, ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് നമ്മൾ എഴുതുന്ന ഒരു പ്രോഗ്രാം യൂസേഴ്സിന് അണ്ടർസ്റ്റാൻഡബിൾ ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ ടു ദ കമ്പ്യൂട്ടർ. സോ ഇറ്റ് മസ്റ്റ് ബി ട്രാൻസ്ലേറ്റഡ്. ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെഷീൻ ഇൻഡിപെൻഡൻറ്റ്. ഒരു മെഷീനിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാം മറ്റൊരു മെഷീനിലും റൺ ചെയ്യും. സോ ദറ്റ് ഇസ് വൺ ഓഫ് ദ അതാണ് ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാമ്പിൾസ് ഫോർ ഹൈ ലെവൽ ലാംഗ്വേജസ് ആർ സി, C++, ജാവ, എക്സെട്ര. സോ കമ്പ്യൂട്ടർ ലാംഗ്വേജുകളെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തു, ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇത് ലോ ലെവൽ ലാംഗ്വേജിൽ മെഷീൻ ലാംഗ്വേജ് ഓൾറെഡി ബൈനറി ലാംഗ്വേജ് ആണ്, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദ ലാംഗ്വേജസ് ഇൻ സീറോസ് ആൻഡ് വൺസ്. ബട്ട് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അവിടെ സിംബോളിക് നെയിംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഓപ്പറേഷൻസിൽ സിംബൽസ്, ഇംഗ്ലീഷ് ടേംസ് ആണ് യൂസ് ചെയ്യുന്നത്, സം, ആഡ്, എക്സെട്ര. സോ അസംബ്ലി ലാംഗ്വേജിനെ നമുക്ക് മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്യണം, എങ്കിലേക്ക് അത് ആ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജിനും നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം, മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താലേ മെഷീന് അത് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ the main aim അല്ലെങ്കിൽ main objective of language processors is to translate a program written in high level language or assembly language into its equivalent machine language. അസംബ്ലി ലാംഗ്വേജിൽ എഴുതുന്ന പ്രോഗ്രാംസിനെയും ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്ന പ്രോഗ്രാംസിനെയും അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ഓർ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. ഏതൊക്കെയാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് നമുക്ക് നോക്കാം. There are the types of different language processors are, first one, assembler. Assembler is a translator that translate assembly language program into machine language. അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് അസംബ്ലർ. ഇറ്റ് ഈസ് എ ലാംഗ്വേജ് പ്രോസസ്സർ. അതുപോലെയുള്ള ഒരു ലാംഗ്വേജ് പ്രോസസ്സറാണ് ഇൻ്റർപ്രെറ്റർ. ഇൻ്റർപ്രെറ്റർ ആസ് വെൽ ആസ് കമ്പൈലർ, ഇത് രണ്ടും ചെയ്യുന്ന ജോലി ഒന്ന് തന്നെയാണ്. ഇറ്റ് ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് പ്രോസസ്സേഴ്സാണ് ഇൻ്റർപ്രെറ്റർ ആസ് വെൽ ആസ് കമ്പൈലർ. ദ ഡിഫറൻസ് ഇസ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ഇൻ്റർപ്രെറ്റർ ഇറ്റ് ട്രാൻസ്ലേറ്റ് ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈൻ ബൈ ലൈൻ. ഓരോ ലൈൻ ബൈ ലൈനായിട്ടാണ് ഇൻ്റർപ്രെറ്ററിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. Whereas in the case of compiler, it translates the whole program at once. മൊത്തം എൻറ്റയർ പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ട്രാൻസ്ലേറ്ററാണ് കമ്പൈലർ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇൻ്റർപ്രെറ്റർ ഇറ്റ് ട്രാൻസ്ലേറ്റ് ഈച്ച് ലൈൻ ബൈ ലൈൻ. ഒരു ലൈൻ ബൈ ലൈനായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതാണ് ഇൻ്റർപ്രെറ്ററും കമ്പൈലറും തമ്മിലുള്ള ഡിഫറൻസ്. ബട്ട് ചെയ്യുന്ന ജോലി ഒന്ന് തന്നെയാണ്. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് പ്രോസസ്സേഴ്സാണ് രണ്ടും, ഇൻ്റർപ്രെറ്ററും കമ്പൈലറും. So these are the three types of language processors. Assembler converts assembly language program into machine language. Interpreter as well as compiler translate high level language program into machine language. So consider this figure. ഇവിടെ അസംബ്ലർ. സോ ഇവിടെ നോക്കൂ, അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ന്യൂമോണിക്സ് അല്ലെങ്കിൽ സിംബോളിക് നെയിംസ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. മൂവ്, ലോഡ്, ഇങ്ങനൊരു പ്രോഗ്രാം ചെറിയ എക്സാമ്പിളാണ്. ഈ ഒരു പ്രോഗ്രാം ആദ്യം
ഇൻപുട്ട് ചെയ്യുന്ന അസംബ്ലറിലേക്കാണ്. അസംബ്ലർ എന്ത് ചെയ്യും? അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിന് ഇക്വലൻ്റ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. മെഷീൻ ലാംഗ്വേജ് മീൻസ് ബൈനറി ലാംഗ്വേജ്, സീറോസ് ആൻഡ് വൺസിലേക്ക് ഉള്ള ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതുപോലെ ഇത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ദിസ് ഈസ് എ C++ ലാംഗ്വേജ്. സോ ഇവിടെ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഈ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിന് കമ്പൈലർ ഓർ ഇൻ്റർപ്രിറ്റർ രണ്ടുപേരും ചെയ്യുന്ന ടാസ്ക് ഒന്ന് തന്നെയാണ്. എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? ഹൈ ലെവൽ ലാംഗ്വേജിന് ഇക്വലൻ്റ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. മൂന്നാമത്തെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. Utility software is a set of programs which help users in system maintenance tasks and in performing tasks of routine nature. സിസ്റ്റം മെയിൻ്റെനൻസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. സോ ഡിഫറെൻറ്റ് examples for utility softwares are, first one, compression tools. Compression means large files can be compressed so that they can take less storage area. വലിയ സൈസുള്ള ഫയലുകളെ കംപ്രസ് ചെയ്ത് ചെറിയ സൈസിലേക്ക് നല്ല സ്റ്റോറേജ് ഏരിയയിലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് കംപ്രഷൻ ടൂൾസ് എന്ന് പറയുന്നത്. കംപ്രഷൻ ഓഫ് ഫയൽ ഈസ് നോൺ ആസ് സിപ്പിംഗ്. ആസ് വെൽ ആസ് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മളതിന് അൺസിപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഡീകംപ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കതിനെ ഫുൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ കംപ്രസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിന് എക്സാമ്പിളാണ് വിൻസിപ്പ്, വിൻഡ്രാർ. രണ്ടാമത്തെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ is a utility program that scans the computer system for viruses and removes them. സിസ്റ്റത്തിൻ്റെ അകത്തുള്ള വൈറസസിനെ സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ച് അതിനെ റിമൂവ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ Norton Antivirus, Kaspersky, etc. Backup software. Backup means duplicating the disk information so that in an event of in the case of disk failure or in the case of accidental deletion, we can back up the data. ഡിസ്കിലെ ഇൻഫോർമേഷൻസിന് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡാറ്റയാക്കി സ്റ്റോർ ചെയ്യാം. നമുക്ക് ഇൻ ദ കേസ് ഓഫ് ഡിസ്ക് ഫെയിലിയറിനോ അല്ലെങ്കിൽ വല്ല ആക്സിഡൻ്റൽ ഡെലീഷൻ്റെ കേസിലൊക്കെ നമുക്കതിന് തിരിച്ചെടുക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സാണ് സോഫ്റ്റ്വെയർ ആണ് ബാക്കപ്പ് സോഫ്റ്റ്വെയർ. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ.